ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സഖാവ് പിണറായി വിജയൻ അങ്ങ് ഇന്ത്യയിലെ ശക്തനായ മുഖ്യമന്ത്രി തന്നെയാണ്. ആരെന്ത് അങ്ങയെക്കുറിച്ച് പറഞ്ഞാലും കേരളത്തിനൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നട്ടല് നിവർത്തിക്കൊണ്ട് ആർജവത്തോടെ കേരളീയർക്ക് വേണ്ടി നിൽക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾക്കുണ്ട്. ചില പിഴവുകൾ അങ്ങേക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പിഴവുകളെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങയുടെ ചില ധീരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങയോട് ഞങ്ങൾക്ക് കേരളീയർക്ക് ഒരു കാര്യം തുറന്നു പറയാനുണ്ട്. ജനുവരി 15 അമിത്ഷാ കേരളത്തിലെത്തും. മലബാറിലോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ ഒരു മഹാറാലി സംഘടിപ്പിക്കും. ആ മഹാറാലി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ്. അതിൽ പങ്കെടുക്കുന്നതാവട്ടെ തീവ്ര ഹിന്ദുത്വവാദികളും RSS അടങ്ങുന്ന BJP അടങ്ങുന്ന ചില സംഘടനകളിലെ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരുമായിരിക്കും. ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. പക്ഷേ കേരളത്തിലെ സ്ഥിതിവിശേഷം എന്താണ്? കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ രീതിയിൽ ഒരുപാട് മഹാറാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ റാലികളിൽ അണിനിരുന്നതാവട്ടെ 90% കേരളത്തിലെ മഹാജനങ്ങളും. അപ്പോൾ അമിത്ഷാ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു റാലി നടത്തി കഴിഞ്ഞാൽ ആ റാലി സംഘർഷഭരിതമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് ഞങ്ങളാരും അങ്ങക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബംഗാളിൽ മമത ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അമിത്ഷായുടെ മഹാറാലിക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിലും കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി നട്ടല് നിവർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മുന്നിലോട്ട് വരണം. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉറച്ച സ്വരത്തിൽ പറയേണ്ടതുണ്ട്, അമിത്ഷായുടെ റാലിക്ക് കേരളം അനുമതി നൽകുകയില്ല എന്ന്. കാരണം ആ റാലി സംഘർഷഭരിതമാകാനുള്ള സാധ്യതകൾ ഞങ്ങൾ പറയാതെ തന്നെ അങ്ങടങ്ങുന്ന സർക്കാരിന് ബോധ്യമാണ്, പോലീസിന് ബോധ്യമാണ്, ഇന്റലിജൻസിന് ബോധ്യമാണ്, രഹസ്യ വിഭാഗങ്ങൾക്കൊക്കെ വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യവും തന്നെയാണ്. അതുകൊണ്ട് ആ ധീരമായ തീരുമാനം കേരളീയരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ആഗ്രഹം എന്ന രീതിയിൽ അങ്ങ് വിളിച്ചു പറയണം, അമിത്ഷാക്ക് മഹാറാലി നടത്താനുള്ള അനുമതി നൽകില്ല എന്ന്. ബംഗാളിൽ മമത എടുത്തതുപോലെയുള്ള ആ മഹാ തീരുമാനം കേരളത്തിൽ നിന്നും ഉയർന്നു വരണം. അങ്ങനെ എല്ലാ കാര്യത്തിലും ശക്തനായ മുഖ്യമന്ത്രിയും എല്ലാ കാര്യത്തിലും ശക്തി തെളിയിച്ച കേരളവുമായി നമുക്ക് ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി തന്നെ നിൽക്കണം. സഖാവ് പിണറായി വിജയന് അത് സാധിക്കുമെന്നുള്ള വിശ്വാസം കേരള ജനതയ്ക്കുണ്ട്. അമിത്ഷാ ചിലപ്പോൾ കേരള സർക്കാരിനെ മറികടന്ന് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം കൊണ്ടുവന്നേക്കാം. പക്ഷേ ആ തീരുമാനം വന്നാലും അങ്ങെടുത്ത തീരുമാനത്തിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക്.